ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ സ്മിത അൽവി. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്സരയാണ്. അപ്സരയെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ബിഗ് ബോസിലൊക്കെ കിടന്ന് തകർത്ത ആളാണല്ലേ. അപ്പം അപ്സരയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം അപ്സര ഇന്ന് നമുക്കൊരു സെലൂൺ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. സ്കിന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫേഷ്യൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹൈഡ്രേ ആണ് കൂടുതലല്ലേ ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. അന്ന് വന്ന് എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു കണ്ടീഷനൊക്കെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു മസ്റ്റായിട്ട് വന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് റിലാക്സ് ചെയ്യാം. തലയ്ക്ക് പണിയെടുക്കാനാണ് വന്നത്, ഒരു ഹെഡ് മസാജൊക്കെ ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാനാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ പറഞ്ഞു തലയ്ക്കല്ല ആദ്യം വേണ്ടത്, ആദ്യം മുഖത്തിനാണ് പണി വേണ്ടേ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ രണ്ടും ചെയ്തോണ്ടേ വെച്ചായിക്കോട്ടെ, രണ്ടും അങ്ങ് കൊടുത്തു. സ്കാൽപ്പ് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ഡീടോക്സിങ്ങിൻ്റെ ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നോക്കുക, എന്തായാലും അത് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും ഹെയർ ഫോൾ കുറയുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഹെയർ ഇപ്പൊ കണ്ടപ്പോഴാണ് സ്കാൽപ്പൊക്കെ ഇങ്ങനെ മറ്റേ മെഷീൻ വെച്ചൊക്കെ നോക്കിയപ്പോൾ അതിന്റെ കണ്ടീഷൻ ശരിക്കും എനിക്ക് മനസ്സിലായി. പക്ഷെ ഫേസ് വന്നിട്ട് ഭയങ്കര ഡാമേജ് ആയിട്ട് ഭയങ്കര ടാനായി. അത് നമുക്കിപ്പോൾ നോക്കണം, നോക്കിയില്ല, നോക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് എന്തായാലും വരും. നമുക്ക് എന്തായാലും സ്കാൽപ്പ് എന്തായാലും നമുക്കൊന്ന് ഡീടോക്സിങ് ചെയ്തിട്ട് ഫേസിലോട്ട് കിടക്കാം. കാരണം വേറെ ഒന്നുമില്ല, ഇതിലുള്ള ഓയില് കാര്യങ്ങളൊക്കെ ഫേസിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാണ്. ഏതുവരെങ്കിലും സ്കാൽപ്പ് ചെക്ക് ചെയ്തിട്ട് തന്നെയാണോ ചെയ്തിട്ടില്ല? അത് നോർമലി അങ്ങ് സ്പായെന്ന് വെച്ചാൽ പറയും അങ്ങനെ അതൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ വേണ്ട കേട്ടോ, സ്കാൽപ്പ് ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. കാരണം എന്താ പറയുക, മിക്കവരും ചെയ്യുന്ന അതാണ്. നമുക്ക് സ്കാൽപ്പ് നോക്കത്തില്ല. നോർമലി സ്പാ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നർഷിങ്ങോ അല്ലെങ്കിൽ ഒരു റിപ്പയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ സ്കാൽപ്പിന് ഓക്കെ ആയെന്ന് വരില്ല, ഹെയറിന് ഓക്കെ ആയിരിക്കും, പക്ഷേ സ്കാൽപ്പിന് ഓക്കെ ആയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഹെയർ ഫൂൾ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമ്മുടെ അപ്സരയുടെ എന്താ പറയുക ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് 9 മണിയായിട്ടുണ്ട്. സത്യമായിട്ടോ ഞാൻ എത്ര 2 മണിക്ക് എന്തോ ഇതിനകത്ത് കയറിയതാ, 9 മണിയായി വീട്ടിൽ നിന്നൊക്കെ വിളിച്ചോണ്ടിരിക്കാം. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാ, സത്യസന്ധമായിട്ട് പറയാം. ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്ക് അടിച്ച് സെറ്റായിരുന്നു, അത് ടാനൊക്കെ ആയിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര രസമായി കണ്ടപ്പോൾ ഒരു സമാധാനം. എൻ്റെ വീട്ടിൽ പോയി 10 കേട്ടാലും കുഴപ്പമില്ല. അത് പിന്നെ എല്ലാവരും വിളിയായിരുന്നു ഫോട്ടോ ഭയങ്കരമായിട്ട് ഫോണ് വന്നോണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ ഇറങ്ങിയില്ല ഏതെങ്കിലും ചോദിച്ചിട്ട്. കണ്ണാടി കണ്ടപ്പോൾ ഇച്ചിരി സന്തോഷമായി, പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ സന്തോഷം, ഭയങ്കര ഇഷ്ടമായി, നല്ല രസമായി. കാരണം ഹൈഡ്ര ചെയ്തത് കേട്ടോ. ഹൈഡ്ര ഞാൻ ഇതിന് മുമ്പും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ എന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ. ഞാൻ കുറെ ഹൈഡ്ര ചെയ്തിട്ടുള്ള ആളാണ്. നോർമലി ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രേറ്റഡ് ആവും, നല്ലൊരു ഗ്ലോ വരും നമുക്ക്. പക്ഷെ ഇന്ന് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്തത്. ചെയ്ത കുറെ രീതികളൊക്കെ കുറെ വ്യത്യാസമുള്ള ഡിഫറൻസ് ആയിട്ട് കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഹൈഡ്ര ഫേഷ്യലിനെ കാട്ടിലും കുറച്ച് എക്സ്ട്രാ കുറച്ച് സാധനങ്ങളും കൂടി അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ വേറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്തായാലും അടുത്ത സ്റ്റെപ്പിൽ, അതായത് നമ്മളിപ്പോ ഒരു റെഗുലർ ഒരു റൊട്ടീനും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഫേസ് ഷേപ്പിംഗ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അതിൽ. ഇപ്പൊ നമ്മൾ അതൊന്നും വന്നിട്ടില്ല അതിൽ. പിന്നെ അതുപോലെ നിങ്ങളുടെ
സ്പാന്റെ മസാജ്. അയ്യോ ഞാൻ സത്യം പറഞ്ഞ സ്പാ ചെയ്തപ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോയി. അയ്യോ ഭയങ്കര റിലാക്സ് ആവാനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഫേസിലെ മസാജൊക്കെ ഭയങ്കര രസം. ഭയങ്കര എന്താ പറയുക, ഡീപ്പായിട്ട് നല്ല ഇതായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഭയങ്കര ചെയ്യുന്ന ഓരോ ഇത് ചെയ്യുമ്പോഴും ഭയങ്കര നമുക്ക് ആ ഒരു ചെയ്യണ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും വരുമല്ലോ, ഉറപ്പല്ലേ? ആക്ച്വലി ഞാൻ അന്ന് മേക്കപ്പ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആക്ച്വലി നമുക്ക് പേഴ്സണലി നല്ല മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ നമുക്കും കുറച്ച് നമുക്ക് നല്ലതെന്ന് നമുക്ക് തോന്നുമ്പോഴല്ലേ നമുക്ക് വീണ്ടും അവരുടെ അടുത്ത് വീണ്ടും പോകാൻ തോന്നണേ. ഞാൻ രണ്ടാമതും ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ കാരണം അത് തന്നെയാണ്. അന്ന് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. ആവട്ടെ, സന്തോഷമുണ്ട് എന്തായാലും എന്നെ തെരഞ്ഞെടുത്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ.